ഹലോ, ദുബായിലെ വിൻ്ററായി. വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കച്ചവടമെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റോളുകൾ വരും. അത് നോക്കി നടക്കാൻ ഭയങ്കര കൗതുകമാണ് എനിക്ക്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അതാക്കാമെന്ന് കരുതി വൈകുന്നേരം ഒന്നിറങ്ങി. രണ്ട് സൈഡിലായിട്ടാണ്. ഒന്ന് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്റ്റോളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് വേൾഡിൻ്റെ സൈഡിൽ മറ്റൊരു സ്റ്റോൾ കൂടെ ഉണ്ട്. ആ ഒരു സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തെയും ഒന്ന് കയറി നോക്കാം സ്റ്റോളുകൾ എങ്ങനെയുണ്ട്, ആർക്കെങ്കിലും ഉപകരിച്ചാലോ. അവിടെ ഡ്രസ്സായാലും എല്ലാത്തിനും ഭയങ്കര റീസണബിൾ പ്രൈസാണ്. ഒന്ന് നൈറ്റ് മാർക്കറ്റാണ്, മറ്റേ ഒന്ന് വെൽക്കം എന്ന് പറഞ്ഞ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പീൻസിൻ്റെ കുറച്ച് ഐറ്റംസാണ് കൂടുതൽ അവിടെ കണ്ടേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാലോ എങ്ങനെയുണ്ട് എന്നറിയാൻ. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പോയി പിടിച്ചത് ചെറിയ ചെറിയ ഗോൾഡ് കവറിങ്ങിൻ്റെ സംഭവങ്ങളാണ്. കാരണം ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യില്ല, പക്ഷേ ഇങ്ങനെ നോക്കാനും അതിൻ്റെ ഡിസൈൻസ് എല്ലാം വളരെ ഇഷ്ടമാണ്. അതിനകത്ത് ഭംഗിയായിട്ടുള്ളൊരു ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടൊരു ഡിസൈൻ കണ്ടതിന് ഞാൻ അതിൽ ഗോൾഡ് പണിയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നോക്കി റീസണബിൾ പ്രൈസൊക്കെ തന്നെയാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫിഷിൻ്റെ സെക്ഷനിലോട്ട് വന്നു. പക്ഷേ അതെനിക്ക് താല്പര്യം തോന്നാത്തതുകൊണ്ട് വേഗം തിരിച്ചു കടന്നു. പിന്നെ നോക്കിയപ്പോൾ മഴ പെയ്യുന്നതാണോ അതോ അവിടെ ക്രിയേറ്റ് ചെയ്തേക്കണേന്ന് അറിയില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുട്ടികൾക്കെല്ലാം വളരെ കൗതുകമായിട്ട് തോന്നാം. അതെല്ലാം കഴിഞ്ഞ് ചുറ്റിക്കറങ്ങി ഞാൻ അവിടെ ഒരു സെക്ഷനിൽ വന്ന് സ്പെക്സ് എല്ലാം എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് അല്ല. അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളെല്ലാം അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മിററിൽ നോക്കി പെണ്ണല്ലേ വർഗം, ആ മിററിൽ നോക്കി ഓ ഗ്ലാമറാണ്, ഓക്കെ. അതൊക്കെ നോക്കി തിരിച്ചു നടന്നു. പിന്നെ ചപ്പൽസ് ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ അങ്ങനെ ക്വാളിറ്റി പറഞ്ഞത് അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. കാലിന് പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ വിലയെല്ലാം ചോദിച്ച് അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ ബെഡ്ഷീറ്റ്, അടിപൊളി ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് നാട്ടിൽ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇവിടുന്ന് ബെഡ്ഷീറ്റ് വാങ്ങാൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. കാരണം ഇതിന് മുന്നേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ നടന്നു വന്നപ്പോൾ ഒരു വലിയൊരു പിന്ന് കണ്ട്. നാട്ടിൽ പോകുന്നവരൊരെണ്ണം വാങ്ങിച്ചോട്ടെ, ബസ്സിലൊക്കെ നമുക്ക് ആവശ്യം വരും ഇത് ഫ്യൂച്ചറിൽ. അപ്പോൾ ആ ഒരു വലിയ പിന്നൊക്കെ നോക്കി അവിടെ നിന്ന് നെക്സ്റ്റ് അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇത് എല്ലാ പെമ്പിളുടെയും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കൗണ്ടർ ആയതുകൊണ്ട് ഞാനും കുറച്ച് നേരം അവിടെ നിന്നു. നല്ല പ്രൊഡക്റ്റായിരുന്നു, കൊറിയൻ പ്രൊഡക്റ്റാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒത്തിരി ലോക്കലൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളായിരുന്നു. എന്നാലും ഞാൻ വാങ്ങിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ വില എല്ലാം നോക്കിയിട്ട് പോന്നു. ഇത് നമ്മുടെ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് എല്ലാവരുടെ കാലിലും ഇപ്പോൾ കാണുന്നുണ്ട്. നല്ല ബ്രാൻഡ് ഒരു ഐറ്റം ആയതുകൊണ്ട് എൻ്റെ അടുത്തും ഉണ്ടായിരുന്ന ഒരു ഫേവറേറ്റ്. പക്ഷേ അതിൻ്റെ ആ പൂക്കളും ബട്ടർഫ്ലൈ എല്ലാം പോയതുകൊണ്ട് ഞാൻ നാട്ടിൽ വെച്ചിട്ട് പോന്നു. ഇങ്ങനൊരു ഐറ്റംസ് ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. പക്ഷേ അത് നല്ല കംഫർട്ടബിളാണ് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ. കുട്ടികളെയൊക്കെ നമുക്ക് നല്ല ഇതിൽ പറ്റിക്കാനൊക്കെ പറ്റും. അതിൻ്റെ ബ്രാൻഡ് വാങ്ങിക്കണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, ലോക്കൽസ് ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ അതവിടെ നോക്കി തിരിച്ച് ഞാൻ നടന്നു നേരെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട്. കൊള്ളാം, നല്ല കളർഫുള്ളാണ്. രാത്രിയൊക്കെ ഒരു റൂമിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ബോറടി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു യാത്രയൊക്കെ നല്ലതാണ്. കയറിയ പാടെ തന്നെ അവിടുത്തെ ഒരു ഫുഡിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് പിടിച്ചില്ല. വേഗം ചാടി ഇറങ്ങി അടുത്ത മാർക്കറ്റിലോട്ട് നേരെ പോകുന്നു. കാരണം നമ്മുടെ ജ്യൂസ് വേൾഡിൻ്റെ അവിടെ നെക്സ്റ്റ് ഒരു മാർക്കറ്റും കൂടി ഉണ്ടായിരുന്നു. ആ സ്റ്റോളിൻ്റെ അടുത്തോട്ട് ഞാൻ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് വന്നു. പക്ഷേ ജ്യൂസ് വേൾഡിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടുത്തെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ സിപ്പൊക്കെ കണ്ടിട്ടില്ലേ, കട്ട് ഐസ് എന്നൊക്കെ പറയേണ്ടത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ അതേ ഫ്ലേവറാണ്. കാരണം ഒന്നൊരു മയം ചേർക്കുക, കൂടുതൽ ഐസ് വരെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക്. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും നമുക്കൊരു ഐസ്ക്രീം കഴിച്ചതിൻ്റെ ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ നിന്നൊരു സ്ട്രോബെറി, പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൂസ്, ഒരു കോക്കനട്ട്, അങ്ങനെ 3 ഓർഡർ ചെയ്തു. ഒരെണ്ണം ഫസ്റ്റ് സ്ട്രോബെറിയുടെ ഞാൻ അവിടെ നിന്ന് എടുത്തു. ചിക്കൂസ് കഴിച്ചു നോക്കി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ചിക്കൂസിൻ്റെ അതേ ഫ്ലേവറാണ്. ഇരിക്കട്ടെ, ജ്യൂസ് വേൾഡിനും കൂടി ഒരു പരസ്യം എന്ന് വിചാരിച്ച്. അതിൻ്റെ എല്ലാ ഫ്ലേവറും ഉണ്ട് അവിടെ, കണ്ടോ? എല്ലാ ഫ്ലേവറും നമുക്ക് കാണാം. പിസ്താഷ്യോ ഒക്കെ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളായാലും. അങ്ങനെ ഒരു ഐസ്ക്രീമായിട്ട് അടുത്തൊരു മാർക്കറ്റിലോട്ട് കയറി. അവിടെ നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ കമ്മലുടെ കുറച്ച് വെറൈറ്റീസ് കണ്ടായിരുന്നു. റീസണബിൾ പ്രൈസാണ് കേട്ടോ, കണ്ടോ? പ്രൈസ് വളരെ ചെറിയ പ്രൈസാണ്. പിന്നെ ഞാൻ നോക്കി നടന്നപ്പോഴത്തേക്ക് എനിക്ക് കൈച്ചെയിൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു കൈച്ചെയിൻ കണ്ടു, ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി, കൊള്ളാം, ഇഷ്ടമായി. പക്ഷെ വാങ്ങിക്കണ ഒരു ശീലം പണ്ട് മുതലേ എനിക്കില്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി നടന്ന് എല്ലായിടത്തും വില ചോദിച്ചു. ഇങ്ങനെ നമ്മളെ നാട്ടിൽ പൂരപ്പറമ്പിലും അമ്പലപ്പറമ്പിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലെ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ നല്ല ഓഫർ വെച്ചിട്ടുണ്ട് അവർ. 3 10 അങ്ങനെ നല്ല ഓഫർ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നോക്കി അതിന് ഈ ഒരു സെക്ഷനിൽ വന്ന്
ഞാൻ ഒരു സ്മോക്കറല്ല, പക്ഷേ ഈ ഒരു സാധനം എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ നോക്കി. കാരണം റീസണബിൾ പ്രൈസ് ആയിരുന്നു. നിക്കോട്ടിൻ വളരെ കുറവായ ഒരു പ്രൊഡക്റ്റാണ്, ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ ഈ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലെല്ലാം 35, 45, 25 ദിറംസിനാണ് കിട്ടുന്നത്. അവിടെ 10 ദിറംസ് കണ്ടുകൊണ്ട് കുറച്ച് നേരം അവരോട് കത്തിയടിച്ച് വെച്ച് അതിൻ്റെ നല്ല 3 ഫ്ലേവർ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒറിജിനലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടാവോ, ഒറിജിനൽ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണോ എന്നൊക്കെ അറിയാനുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ, ഈ സാധാരണ ഇങ്ങനെയുള്ളടത്ത് നമുക്ക് കിട്ടുന്നത് ഒറിജിനൽ ആകാം, ചിലപ്പോൾ അല്ലാതെയും പോകാം. പിന്നെ ദുബായ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. അങ്ങനെ അവൻ ഒരെണ്ണം പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാനും ഒരെണ്ണം പൊട്ടിച്ച് നോക്കി, അതിൻ്റെ ഉള്ളിൽ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടോ, സീൽ ചെയ്തതാണോ നോക്കിയപ്പോൾ ഓക്കെ, സീൽ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു തന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ സ്മോക്ക് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഒരു കൗതുകം, അതൊന്ന് വലിച്ചു നോക്കണം എന്നുള്ളൊരു കൗതുകത്തിൻ്റെ പേരിൽ മാത്രം ഞാൻ ഒന്ന് വലിച്ചു നോക്കിയാണ്. അപ്പോൾ അത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് 3 ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ പൈസ കൊടുക്കാതെ തിരിച്ചു വന്നപ്പോൾ അവരെന്നെ പിടിച്ചിരുത്തി. ഞാൻ മറന്നുപോയി, വ്ലോഗ് എടുക്കണതിൻ്റെ ഒരു തിരക്കിൽ പൈസയുടെ കാര്യം വിട്ടുപോയി. എന്നാലും പൈസ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നു. ഇതാണ് മക്കളെ ഫുഡിൻ്റെ ലോകം. പക്ഷേ എനിക്ക് ഫിലിപ്പീൻസ് ഫുഡ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം അവർ ആ സ്മെല്ലും ഫ്ലേവറൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ചൈനീസ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്, അത് മേക്ക് ചെയ്യാനും ശ്രമിക്കുന്ന ഒരാളാണ്. ഇവിടെ ഫുള്ള് ചൈനീസ് വിഭവങ്ങളായിരുന്നു. ചൈനീസ് ആൾക്കാരും ഫിലിപ്പീൻസ് കേട്ടോ, ചൈനീസ് അല്ല, ഫിലിപ്പീൻസിൻ്റെ ആൾക്കാരായിരുന്നു. മൊത്തം അവരുടെ ഫുഡായിരുന്നു. ഇത് നമ്മുടെ പുട്ടുകുറ്റി പോലെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ശരിക്കും നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഇല്ലേ, അവർ വേറെ എന്തോ വെക്കണത്. അങ്ങനെ ഓടി നമ്മുടേതായ ഒരു കടയുടെ മുമ്പിലെത്തി. മാങ്ങയും മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നാട്ടിൽ പോയൊരു ഫീല് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം മക്കളെ. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. ആ ഒരു ഗ്ലാസ്സിന് 10 ദിറംസാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ ഉപ്പും മുളകും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ഇതിൽ തരും. അങ്ങനെ ഒരു കഷ്ണം മാങ്ങയെടുത്ത് മുളകിലും ഉപ്പിലും മുക്കി എന്താ ടേസ്റ്റ്. അങ്ങനെ അത് കഴിച്ച് കുറച്ച് നേരം അത് കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് നടന്നു. പിന്നെ വളരെ ക്ഷീണിതയായി അവിടെ വന്നിരുന്നു. കാരണം ആ ഫുഡിൻ്റെയൊക്കെ സ്മെല്ല് കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നിയായിരുന്നു. കാരണം അത് അവരുടെ ഫ്ലേവർ ആയിരിക്കും, പക്ഷെ നമുക്ക് മലയാളികൾക്ക് പൊതുവേ ഈ ഫിലിപ്പീൻസിൻ്റെ ഫുഡൊന്നും അങ്ങനെ വലിയ, കാരണം അവർ കൂടുതൽ മസാലകളൊന്നും അവർ യൂസ് ചെയ്യില്ല. നമ്മൾ ഈ മസാല കിട്ടുന്ന നാവിൽ അതങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് കഴിച്ച് നേരെ ഇലക്ട്രോണിക്സ് സെക്ഷനിൽ വന്നു. അവിടെ നിന്നൊരു എയർപോഡ് മാത്രം വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുറച്ച് റിങ്സ് എല്ലാം ഇട്ട് നോക്കി, കാരണം ഭയങ്കര ഒരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒന്നാദ്യം യൂസ് ചെയ്യുന്നില്ലെങ്കിലും കാണാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടു കിടക്കാനായിട്ട്. അങ്ങനെ ഒരു റിങ് ഇട്ട് നോക്കി, കൊള്ളാലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് റിങ് ഇട്ട് നോക്കി. നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ ഫ്ലവറിൻ്റെ സെക്ഷനിൽ വന്ന് ആ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതിന് മുന്നേ ഞാനൊരു കൂട്ടുകാരനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരോട് ബായ് പറയാൻ മറന്നുപോയി. അങ്ങനെ അവിടെ പോയി എന്നെ കണ്ടിട്ടാണോ എന്തോ അവൻ ചാടി താഴത്തോട്ട് പോയി. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. അയാളോട് പറഞ്ഞ് തിരിച്ച് ആ കൂട്ടുകാരനെ എൻ്റെ അടുത്തോട്ട് വിളിച്ച് വരുത്തി ഞാൻ അവനോട് ബായ് പറഞ്ഞു. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ഇടാൻ മറക്കണ്ട. അടുത്ത